ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ സെഷൻ ഓഫ് മാറ്റർ. നമ്മൾ മാറ്ററിൽ ഏറ്റവും അവസാനം പഠിച്ചത് ക്രൊമാറ്റോഗ്രഫി ആയിരുന്നു. പിന്നെ ഡിസ്റ്റിലേഷൻ നമ്മൾ കണ്ടതായിരുന്നു. ഡിസ്റ്റിലേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്താ നടന്നതെന്ന്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ബോയിലിംഗ് പോയിന്റിൽ കാര്യമായ വ്യത്യാസമുള്ള രണ്ട് മിസ്സിബിളായ ലിക്വിഡുകൾ നമ്മൾ അസറ്റോണും വാട്ടറും ആയിരുന്നു എടുത്തത്. ഈ രണ്ട് പേരും ബോയിലിംഗ് പോയിന്റിൽ കാര്യമായി വ്യത്യാസമുള്ള രണ്ട് പേരാണ്. ഇവർ രണ്ടുപേരും മിക്സായി കിടക്കുകയാണ്. ഇവർ രണ്ടുപേരെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? ഈ ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ നമ്മൾ അവനെ ചൂടാക്കുന്ന സമയത്ത് അസറ്റോൺ മാത്രം വേപ്പറായിട്ട് വേപ്പറായിട്ട് മുകളിലോട്ട് പോകും. അതിനെ ലെബിക്സ് കണ്ടൻസർ എന്ന് പറയുന്ന കണ്ടൻസർ ഉപയോഗിച്ച് ഒന്നുമില്ല, കോൾഡ് വാട്ടർ ഇൻലെറ്റായിട്ടും ഔട്ട്ലെറ്റായിട്ടും പാസ് ചെയ്യും. അങ്ങനെ ഇൻലെറ്റായിട്ട് കോൾഡ് വാട്ടർ വരുമ്പോൾ അതിലെ ഗ്യാസിൻ്റെ ചൂടിനെ മുഴുവൻ അവൻ അബ്സോർബ് ചെയ്യും. ദ ഹീറ്റ് അബ്സോർബ് ബൈ ദ ഹോട്ട് ഗ്യാസ് മേക്ക് ഇറ്റ് ആസ് ലിക്വിഡ് അഗെയിൻ. നമ്മൾ ചൂടുള്ള എയറിലെ അല്ലെങ്കിൽ ചൂടുള്ള അസറ്റോൺ വേപ്പറിലെ ഹീറ്റിനെ ഈ ഇൻലെറ്റ് വാട്ടർ, തണുത്ത വെള്ളം അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലെ ഗ്യാസിൻ്റെ ചൂട് കുറയും. അങ്ങനെ അവൻ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. തണുത്ത വെള്ളം ഇങ്ങോട്ട് വന്നു, ഇങ്ങനെ വാട്ടർ ഔട്ട്ലെറ്റ് ഉണ്ടാകുന്നുണ്ട്, ഇവിടെ പ്യുവർ കോമ്പണൻസ് കിട്ടും. ഇതേ പ്രോസസ്സിന് സിമിലറായ പ്രോസസ്സ് തന്നെ നമ്മൾ നടത്താറുണ്ട്. പക്ഷേ ആ പ്രോസസ്സിൻ്റെ പേര് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ തന്നെ പോരായിരുന്നോ? എന്തിനാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ്റെ പരിമിതികളെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷനിൽ 25 കെൽവിൻ അഥവാ 25 ഡിഗ്രി സെൽഷ്യസിൽ വ്യത്യാസമുള്ള ആളുകളെ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലേ? നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലേക്ക് വന്നപ്പോൾ 25 കെൽവിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവുള്ള രണ്ട് ലിക്വിഡുകൾ ഉണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ യൂസ് എ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ രണ്ട് ലിക്വിഡുകളെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഈ രണ്ട് ലിക്വിഡുകളും തമ്മിൽ കാര്യമായിട്ടൊന്നും ഇതിൽ വ്യത്യാസം ഉണ്ടാവില്ല. നമ്മുടെ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ലിക്വിഡുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആർക്കാ യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ടു മിസ്സിബിൾ ലിക്വിഡ്സ്. മിക്സ് ചെയ്യപ്പെടുന്ന ലിക്വിഡ്സ് ആണ് ടു മിസ്സിബിൾ ലിക്വിഡ്സ് ഹാവിങ് difference in boiling point less than 25 Kelvin. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്, നമ്മുടെ ലിക്വിഡുകൾ എടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ റിഫൈനിങ്ങിന്, പ്യൂരിഫിക്കേഷന് വേണ്ടി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയോ? യെസ്, ക്രൂഡ് ഓയിലിൽ പല ഫ്രാക്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ക്രൂഡ് ഓയിലിൻ്റെ ഡിസ്റ്റിലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ടെക്നിക്കാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ സാധാരണ ഡിസ്റ്റിലേഷനിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ടാവും. ദിസ് ഈസ് ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇവിടെ തന്നിട്ടുണ്ട്. എന്താ ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ, ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിൽ നിങ്ങൾക്കറിയാം ഇത് മിക്സ്ചറാണ്. രണ്ട് ലിക്വിഡുകൾ ഉണ്ടായിരിക്കാം. ആ ലിക്വിഡുകൾ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റിൻ്റെ വ്യത്യാസം 25 കെൽവിൻ്റെ താഴെ ആയിരിക്കാം. ഈ രണ്ട് ലിക്വിഡുകളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി. നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ ഉണ്ടാവുക? രണ്ടുപേരും കൂടി വേപ്പറായിട്ട് മുകളിലോട്ട് പോവാം. നമുക്ക് ഒരാൾ മാത്രം പോയാൽ മതി. സോ വി വിൽ മേക്ക് സം ഒബ്സ്ട്രക്ഷൻ ഹിയർ. ഇവിടെ കുറച്ച് ഒബ്സ്ട്രക്ഷൻ തടസ്സമുണ്ടാക്കും. വാട്ട് ഹാപ്പൻസ്? ഇവിടെ നിന്ന് ഡിസ്റ്റിലേഷൻ വഴി ഇവിടെ നിന്ന് വേപ്പറൈസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ എത്തിയിട്ട് ഈ ഒരു ഒബ്സ്ട്രക്ഷനിൽ തട്ടും. അറ്റ് ദാറ്റ് പോയിന്റ് ദർ വിൽ ബി റിപ്പീറ്റഡ് കണ്ടൻസേഷൻ ആൻഡ് റിപ്പീറ്റഡ് വേപ്പറൈസേഷൻ. അപ്പോൾ സുഗമമായ ഒരു പോക്കല്ല ആർക്കുള്ളത്? വേപ്പറിനുള്ളത്. വേപ്പർ പോകുന്നതിൻ്റെ ഇടയിൽ ഇറ്റ് വിൽ സ്റ്റക്ക് ഓൺ ദിസ് obstruction. After stucking this obstruction, it will return as a liquid.
വീണ്ടും അത് വേപ്പറൈസ് ചെയ്ത് പോകും. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ വേപ്പറൈസേഷനും കണ്ടൻസേഷനും നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിലാണ് ഇവിടേക്ക് പോകുന്നത്. സോ ആരായിരിക്കും മുകളിലോട്ട് പോകുന്നത്? ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള കോമ്പണൻറ്റ് മാത്രമേ മുകളിലോട്ട് പോവുള്ളൂ. ആര് പോയില്ല? ഹൈ ബോയിലിംഗ് പോയിന്റ് കോമ്പണൻറ്റ് വിൽ നോട്ട് മൂവ് അപ്വേർഡ്സ്. അപ്പോൾ ഈ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾ ഇങ്ങനെ എത്തും. ഇത് ചൂട് വെപ്പറാണ്. ലിബിക്സ് കണ്ടൻസറിലെ വാട്ടർ ഇൻലെറ്റും ഔട്ട്ലെറ്റും ഫ്ലോ ചെയ്യും. അങ്ങനെ ഈ എയർ അല്ലെങ്കിൽ ഈ ഗ്യാസ് കൂൾ ചെയ്യും. അപ്പോൾ അത് ഡിസ്റ്റിലേറ്റ് ആയിട്ട് പ്യുവർ ലിക്വിഡ് കോമ്പണൻറ്റിനെ ഇവിടെ കിട്ടും. അപ്പോൾ സാധാരണ ഡിസ്റ്റിലേഷനിൽ നിന്ന് ഇതിലേക്ക് എത്തിയപ്പോൾ ഒരേ ഒരു മാറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്താ? ഫ്രാക്ഷനേറ്റിംഗ് കോളം ഇവിടെ വന്നു. ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. എന്തിനാണ് ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിച്ചത്? ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിച്ചപ്പോൾ അവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള വേപ്പറൈസേഷനും റിപ്പീറ്റഡ് ആയ കണ്ടൻസേഷനും നടന്നു. അതായത് സ്മൂത്തായ ഒരു വേപ്പറിൻ്റെ ട്രാവൽ അല്ല അവിടെ നടന്നിരിക്കുന്നത്. അവിടെ റിപ്പീറ്റഡ് ആയ കണ്ടൻസേഷനും റിപ്പീറ്റഡ് ആയ വേപ്പറൈസേഷനും നടന്നപ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള കോമ്പണൻറ്റ് മാത്രമാണ് മുകളിലോട്ട് പോയത്. 25 കെൽവിൻ്റെ താഴെയാണ് ഇവർ തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റിൻ്റെ വ്യത്യാസമെങ്കിൽ വി ഹാവ് ടു യൂസ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഓക്കെ, ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ പല ടൈപ്പിൽ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, നമുക്ക് കാണുവാണെങ്കിൽ കുറച്ച് ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ബീഡുകളൊക്കെ നിറച്ച് അല്ലെങ്കിൽ സിലിക്കയൊക്കെ വിതറിച്ചിട്ട് നമ്മളിതിനെ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും. എന്തായാലും ഒരു ഒബ്സ്ട്രക്ഷൻ്റെ പ്ലേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തിയററ്റിക്കൽ പ്ലേറ്റ്. എന്താ വിളിക്കുക? തിയററ്റിക്കൽ പ്ലേറ്റ്. ഓരോ തിയററ്റിക്കൽ പ്ലേറ്റിൽ വെച്ചിട്ടും റിപ്പീറ്റഡ് ആയ എന്തൊക്കെ നടക്കും? ഓരോ തിയററ്റിക്കൽ പ്ലേറ്റിൽ വെച്ചും റിപ്പീറ്റഡ് ആയ വേപ്പറൈസേഷനും കണ്ടൻസേഷനും നടക്കും. ഓക്കെ, സാധാരണയായിട്ട് ഈഥൈൽ ആൽക്കഹോളും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഈഥൈൽ ആൽക്കഹോളിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഫോർമുല അറിയുമെന്ന് വിചാരിക്കുന്നു. C2H5OH. അവനും വാട്ടറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഇത് ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ 78 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. ഇത് 100 ഡിഗ്രി സെൽഷ്യസ്. 25 കെൽവിൻ അഥവാ 25 ഡിഗ്രി സെൽഷ്യസിനേക്കാളും ബോയിലിംഗ് പോയിന്റ് ഇവർക്ക് തമ്മിൽ വ്യത്യാസം കുറവാണ്. അതുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ എന്ത് തന്നെ യൂസ് ചെയ്യണം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ തന്നെ യൂസ് ചെയ്യണം. ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ മീഥൈൽ ആൽക്കഹോൾ, മെത്തനോൾ, മീഥൈൽ ആൽക്കഹോളും എത്തനോളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ മീഥൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 64.5 ഡിഗ്രി is the melting point and the ethanol has a melting point of 78 degrees Celsius. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യണമെങ്കിലും എന്ത് യൂസ് ചെയ്യണം? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇനി ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ക്രൂഡ് ഓയിലിൻ്റെ സെപ്പറേഷന് വേണ്ടി ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റെന്തെങ്കിലും എക്സാമ്പിളുകൾ ഉണ്ടോ? ഉണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ എയറിൽ നിന്ന് ഓക്സിജനെയും നൈട്രജനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സും നടത്തുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഓക്കെ, ഇത്രയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് സെപ്പറേഷൻ ഓഫ് ഗ്യാസസ് ഫ്രം എയർ ആണ്. എയറിൽ നിന്ന് ഗ്യാസുകളെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്ന്. സെപ്പറേഷൻ ഓഫ് ഗ്യാസസ് ഫ്രം എയർ. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ഗ്യാസസ് ഫ്രം എയർ. സെപ്പറേഷൻ ഓഫ് ഗ്യാസസ് ഫ്രം എയർ. നിങ്ങൾക്കറിയാം, നമ്മുടെ എയറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഓക്സിജൻ, നൈട്രജൻ, ആർഗൺ ഇവരൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം, പൊല്യൂട്ടൻസ് ഉണ്ടാവാം, അല്ലേ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവാം. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കൈ കിട്ടിയ എയറിനെ നമ്മൾ എന്ത് ചെയ്യും? ബേസ് വെച്ചിട്ടിരിക്കും. എന്തിനാണ് ബേസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്? ഇതിൽ അസിഡിക്കായ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ ആദ്യം അത് ചെയ്യും. അപ്പോൾ അസിഡിക് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു ഫിൽറ്ററിലൂടെയാണ് കടത്തി വിടുന്നത്. ഈ ഫിൽറ്ററിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ യു ഓൾ നോ ദാറ്റ് ഫിൽറ്റർ വിൽ
പെർമിറ്റ് ദ എയർ ഫ്ലോ ഓൺലി. എയർ മാത്രമാണ് ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ പോകുന്നത്. എന്ത് പോകുന്നില്ല? പൊടിപടലങ്ങളോ ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. സോ കുറച്ചുകൂടി പ്യൂരിറ്റിയിലാണ് എയർ ഇങ്ങോട്ട് കടന്നു വന്നത് കേട്ടോ. ഇനി എയർ ഇങ്ങോട്ട് വന്നതും ദർ ഈസ് എ കംപ്രഷൻ ചേമ്പർ. ഈ പിസ്റ്റണുകൾ പെട്ടെന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. പിസ്റ്റണുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്താൽ എന്താ ഉണ്ടാവുക? എയറിന് അവർ പ്രഷർ കൊടുക്കും. എയറിന് അവർ പ്രഷർ കൊടുത്താൽ ഗ്യാസ് മോളിക്യൂൾസ് അടുത്ത് വരും. ഗ്യാസ് മോളിക്യൂൾസ് അടുത്ത് വരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. യു മസ്റ്റ് നോട്ട് ദാറ്റ് എ ലോ നോൺ ആസ് ഗേ-ലുസാക്സ് ലോ ഇസ് ദ ഗേ-ലുസാക്സ് ലോ. എന്താ പറയുന്നത്? ഗ്യാസിൻ്റെ കേസിൽ ഗേ-ലുസാക്സ് ലോ പറയുന്നത് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. എടാ, പ്രഷർ കൂടുമ്പോൾ എന്ത് കൂടും? ടെമ്പറേച്ചർ കൂടും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഗ്യാസിലേക്ക് എന്ത് കൊടുത്തു? പ്രഷർ കൊടുത്തു. എങ്ങനെ? പിസ്റ്റൺ പ്രസ് ചെയ്ത് മോളിക്യൂൾസ് അടുത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗ്യാസിന് പ്രഷർ കൂടി, എന്തും കൂടി? ടെമ്പറേച്ചറും കൂടി. അങ്ങനെ ടെമ്പറേച്ചർ കൂടി. ഈ ടെമ്പറേച്ചർ കൂടിയ ഈ എയർ ഇങ്ങനെ പോയി അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വന്ന എയർ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ഹോട്ട് എയർ ആയത്, ചൂട് എയർ ആയത്. എന്തുകൊണ്ടാണ്? പ്രഷർ കൊടുത്തപ്പോൾ എന്ത് കൂടി? ടെമ്പറേച്ചർ കൂടി. ഇനി ഈ ഹോട്ട് എയർ ഇതിലൂടെ വരാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഫ്രീസിങ് കോൾഡ് വാട്ടർ ഇൻ. ഇതിൻ്റെ ഉള്ളിലൂടെ തണുത്ത കട്ടയായ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് എന്താ? വെള്ളം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ലിബിക്സ് കണ്ടൻസറിലൊക്കെ കണ്ടതാ, ഈ വെള്ളം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹോട്ട് എയറിലെ ചൂടിനെ ഈ വെള്ളം എന്ത് ചെയ്തോളും? അബ്സോർബ് ചെയ്തോളും. ദ വാട്ടർ വിൽ അബ്സോർബ് ദ ഹീറ്റ് ഓഫ് ഹോട്ട് എയർ. അങ്ങനെ ഹോട്ട് എയറിലെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എയർ വിൽ ബി കോൾഡ് ആൻഡ് ദിസ് ഈസ് കംപ്രസ്ഡ്. വൈ ഇറ്റ് ബിക്കം കംപ്രസ്ഡ്? ഫസ്റ്റ് ചേംബറിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഗ്യാസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്രസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇനി ആ കംപ്രസ് ചെയ്ത കോൾഡ് കംപ്രസ്ഡ് എയർ ഇങ്ങോട്ട് വരുന്നു, താഴത്തെ സെപ്പറേറ്ററിലേക്ക് എത്തുന്നു. അപ്പോൾ കുറച്ചുകൂടി സ്പേസ് കൂടി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് ഡ്രൈ ഐസ് ആയിട്ട് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള എയർ, ലിക്വിഡ് എയർ ഇങ്ങനെ ഇങ്ങോട്ട് വരും. ഇവിടെ എത്തിയ ഒരു എക്സ്പാൻഷൻ ജെറ്റ് ഉണ്ട്, ചെറിയ ഹോളിലൂടെ പിന്നെ പെട്ടെന്ന് വലുതാവുക. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എയർ ഇങ്ങോട്ട് വരും. ഇങ്ങനെ എയർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എയറിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ നടത്തും. എന്താ നടത്തുക? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ എയർ എടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്രയാണ്? ഓക്സിജൻ ബൈ വോളിയം 20.9 ആണ്. 20.9% അല്ലേ? ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾ അറിയണം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ഓക്സിജൻ -183 ആണ്. ഓക്കെ, ഇത്രയും ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എത്രയാണ്? എയറിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. എത്രയെന്ന് ചോദിച്ചാൽ 78.1. ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് -196 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി എയറിൽ കാണുന്ന ഒരു ഇനേർട്ട് ഗ്യാസ് ആണ് ആർഗൺ. പിന്നെ കാണുന്നത് ആർഗൺ. ആർഗണൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്, 0.9% ആണ്. -186 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടിയ ബോയിലിംഗ് പോയിന്റ് ആർക്കാണ്? നൈട്രജനാണ്. ഏറ്റവും കുറവ് ആർക്കാണ്? ഓക്സിജനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ളത് ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ ഓക്സിജൻ പെട്ടെന്ന് എന്താവില്ല, ബോയിലിംഗ് പോയിന്റ് കുറവല്ലേ? ബോയിലിംഗ് പോയിന്റ് കുറവാന്ന് പറഞ്ഞാൽ ഓക്സിജൻ എപ്പോഴും എന്തായിട്ടാണ്? ഗ്യാസ് ആയിട്ടാണ്. പെട്ടെന്നൊന്നും എന്താവില്ല, ലിക്വിഡ് ആവില്ല. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് എയർ ഇങ്ങോട്ട് വരുന്നു, ഇത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാ, ചൂട് കൊടുക്കുന്നു. ചൂട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വേപ്പറാവുക. ഈ കൂട്ടത്തിൽ ആരാ? നൈട്രജൻ ആണോ ആർഗൺ ആണോ? നൈട്രജൻ. നൈട്രജൻ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ആരായിരിക്കും? ആർഗൺ. സോ നൈട്രജൻ ആൻഡ് ആർഗൺ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ
ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇനി അതിൽ ബാക്കിയുള്ളത് ലിക്വിഡ് ഓക്സിജനാണ്, അതിങ്ങോട്ട് കിട്ടും. ഓക്സിജനെ കംപ്രസ് ചെയ്തിട്ടാണ് ലിക്വിഡ് ആക്കുന്നത്. നിങ്ങൾക്കറിയാം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ ഡിസ്റ്റിലേഷൻ കോളത്തിൽ വെച്ചിട്ടാണ് ആ ഒരു സെപ്പറേഷൻ നടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ആനിമേഷൻ്റെ സഹായത്തോടെ ഒന്നുകൂടി കാണാം. ഓക്കെ, സെപ്പറേഷൻ ഓഫ് കോമ്പണൻസ് ഓഫ് എയർ ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കാണുന്നുണ്ടോ? എയർ ഫിൽറ്ററിലൂടെ ഇങ്ങോട്ട് വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചേംബർ എയറിനെ കംപ്രസ് ചെയ്യാണ്, ഹോട്ട് എയർ ആവാണ്. ഫ്രീസിങ് യൂണിറ്റിലൂടെ കോൾഡ് വാട്ടർ വരുന്നുണ്ട്. ഈ എയർ ഇങ്ങോട്ട് പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സെപ്പറേറ്റ് ചെയ്യും. ദിസ് ഈസ് ഡ്രൈ ഐസ്. എക്സ്പാൻഷൻ ജെറ്റിലൂടെ പോകുന്നു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കോളം, അവിടെ ഓക്സിജനെ കിട്ടും. ഇത് തന്നെ ഇനി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. എയർ ഫിൽറ്റർ, എയർ ഇങ്ങോട്ട് വരുന്നു, കംപ്രസർ ഉപയോഗിച്ച് കംപ്രസ് ചെയ്യുന്നു. ഈ പ്രഷറിലായ എയർ ഹോട്ട് എയർ ആയിട്ട് ഇങ്ങനെ പോവും, ചൂടുകാറ്റായിട്ട്. അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഇൻലെറ്റ് ആയിട്ട് കോൾഡ് വാട്ടർ. ഈ കോൾഡ് വാട്ടർ കിട്ടി ഇവിടേക്ക് പോകുമ്പോൾ അത് ഹോട്ട് വാട്ടർ ആയി, കാരണം ഇതിലെ ചൂടിനെ ഇവൻ അബ്സോർബ് ചെയ്തു. ഇനി ആ ഹോട്ട് എയർ അല്ല, ഇനി കോൾഡ് ആയിട്ടുള്ള കംപ്രസ് ചെയ്യപ്പെട്ട എയർ സെപ്പറേറ്ററിലേക്ക് വരുന്നു. വോളിയം കൂടുതലുള്ള സ്ഥലം, കാർബൺ ഡൈ ഓക്സൈഡ് ഡ്രൈ ഐസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഒരു ചെറിയ സ്പാർക്കിൽ നിന്ന് വന്ന് പിന്നെ എക്സ്പാൻഷൻ ജെറ്റിലൂടെ കടന്നു പോകുന്നു. ഇവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കോളത്തിലേക്ക് എത്തുന്നു. നൈട്രജൻ ആദ്യം പുറത്തു പോകും, അത് കഴിഞ്ഞ ആർഗൺ, കാരണം നൈട്രജന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് ആർഗണിനെക്കാളും. ബാക്കിയുള്ള liquid oxygen ingota. So this is the separation or fractional distillation of air or separating the components of air. Okay, last ഒരു മെത്തേഡ് കൂടി നമുക്ക് പറയാനുണ്ട്, ദാറ്റ് ഈസ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് അറിയണം. ക്രിസ്റ്റലൈസേഷൻ ലാസ്റ്റ് ഒരു മെത്തേഡ്. ക്രിസ്റ്റലൈസേഷൻ തിരിച്ചറിയണം. ക്രിസ്റ്റലൈസേഷൻ എന്താണ് ക്രിസ്റ്റലൈസേഷൻ മെത്തേഡ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൂളിംഗ് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ to obtain the crystals. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് ഹോട്ടായ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനെ തണുപ്പിച്ച് ക്രിസ്റ്റലുകളാക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ ഉപ്പിനെ ഉപ്പുവെള്ളമാക്കാം, നല്ല ചൂട് കൊടുക്കുക, അതിനുശേഷം തണുപ്പിക്കുക. തണുപ്പിച്ചു കഴിഞ്ഞാൽ കല്ലുപ്പിൻ്റെ രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇതിലെ സ്റ്റെപ്പുകൾ ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഇംപ്യൂർ സോൾട്ട്, നമ്മൾ ഇതിനെ എപ്പോഴും നമുക്ക് മിക്സ്ചറിൽ നിന്ന് അല്ലെങ്കിൽ രണ്ട് മിക്സ്ഡ് ആയ കോമ്പൗണ്ടിൽ നിന്ന് പ്യുവറിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കുകളല്ലേ ഇവ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അതിലൊന്നാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇംപ്യൂർ സോളിഡ് സബ്സ്റ്റൻസ്. നമുക്ക് ഇംപ്യൂർ ആണെന്ന് പറയുന്ന സോളിഡ് സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിനെ ഡിസോൾവ് ചെയ്യണം. ഇംപ്യൂർ സോളിഡ് സബ്സ്റ്റൻസ് is dissolved in minimum amount of water. ഇംപ്യൂർ ആയ സോളിഡ് സബ്സ്റ്റൻസ് മിനിമം എമൗണ്ട് ഓഫ് വാട്ടറിൽ ലയിപ്പിക്കുക. അപ്പോൾ അതെന്ത് ഫോം ചെയ്യും? ടു ഫോം സൊല്യൂഷൻ. ഓക്കെ, ഇംപ്യൂർ ആയ സോളിഡ് സബ്സ്റ്റൻസ് മിനിമം എമൗണ്ട് ഓഫ് വെള്ളത്തിൽ ലയിപ്പിച്ച് അതിനെ സൊല്യൂഷൻ ആക്കാം. എന്നിട്ട് ഈ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫിൽറ്റർ ചെയ്യണം. ഈ സൊല്യൂഷൻ ഫിൽറ്റർ ചെയ്യുന്നതിലൂടെ കുറച്ചൊക്കെ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് സൊല്യൂഷൻ മസ്റ്റ് ബി ഫിൽറ്റേർഡ്. സൊല്യൂഷൻ മസ്റ്റ് ബി ഫിൽറ്റേർഡ്. ടു റിമൂവ് ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻ എന്ത് ചെയ്യണം? ഫിൽറ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് കുറച്ച് പോവും. ഇനി ക്ലിയർ സൊല്യൂഷനെ നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ച് കോൺസെൻട്രേറ്റഡ് ആക്കണം, അഥവാ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആക്കി മാറ്റണം. എങ്ങനെയാക്കാം? ക്ലിയർ സൊല്യൂഷൻ കിട്ടിയതിനെ നിങ്ങൾ ചൂടാക്കുക. ക്ലിയർ സൊല്യൂഷൻ മസ്റ്റ് ബി ഹീറ്റഡ്.
ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടറൊക്കെ പോയിട്ട് അവൻ എന്താവും, ഹീറ്റഡ് ടു ഗെറ്റ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതെന്താവും, സാച്ചുറേറ്റഡ് ആവും. ഇപ്പം നമ്മുടെ സൊല്യൂഷൻ ഹോട്ടായി, സാച്ചുറേറ്റഡ് ആയി അല്ലേ. ഇനി ഈ ഹോട്ടായ സൊല്യൂഷനെ മെല്ലെ തണുപ്പിക്കാൻ പറ്റുക. allow the hot concentrated solution to cool. തണുപ്പിക്കാൻ വെക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ പ്യുവർ സോളിഡ് ക്രിസ്റ്റലൈസ് ചെയ്യും, ഇംപ്യൂരിറ്റീസ് സൊല്യൂഷനിൽ തന്നെ ലയിച്ചെടുക്കും. കാരണം പ്യുവർ സോളിഡിന് സോൾഡ് ആവാനായിരിക്കും ഇഷ്ടം. സോ പ്യുവർ സോളിഡ് ഓർ പ്യുവർ സബ്സ്റ്റൻസ് ക്രിസ്റ്റലൈസസ്. And impurities remain in the solution. Impurities remain in the solution. Okay. സാധാരണഗതിയിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് ഇല്ലേ, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ തുരിശ് എന്ന് പറയും അല്ലെ, ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആൾ. ഈ കോപ്പർ സൾഫേറ്റ് 5H2O എന്ന് പറയുന്ന തുരിശിൻ്റെ സൊല്യൂഷനിലെ ഇമ്പ്യൂരിറ്റീസിനെ അതിനെ ഹോട്ടും കോൺസെൻട്രേറ്റഡും ആക്കി പിന്നെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ പ്യുവറായ കോപ്പർ സൾഫേറ്റ് മാത്രം ക്രിസ്റ്റലൈസ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ അതിന് മാത്രം ക്രിസ്റ്റലൈസേഷൻ നടക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഗുണം, ക്രിസ്റ്റലൈസേഷൻ ഈസ് എ ബെസ്റ്റ് ടെക്നിക് ഓവർ ഇവാപ്രേഷൻ. എപ്പോഴും ചോദിക്കുന്നതാണ്, ക്രിസ്റ്റലൈസേഷൻ ആണ് കുറച്ചുകൂടി ബെറ്റർ ടെക്നിക്ക്. ക്രിസ്റ്റലൈസേഷൻ ഈസ് ബെറ്റർ ദാൻ ഇവാപ്രേഷൻ. എപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്റ്റലൈസേഷൻ കുറച്ചുകൂടി നല്ലതാണെന്ന് പറയുന്നത് ഇവാപ്രേഷനേക്കാളും. കാരണം നമ്മൾ പഞ്ചസാര പോലുള്ള കോമ്പോണൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും സോളിഡ് കോമ്പോണൻസ് ഭയങ്കരമായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അത് ഡീകമ്പോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഷുഗറൊക്കെ ആണെങ്കിൽ ചാറിയും അല്ലേ, കാർബണായിട്ട് മാറും അല്ലേ. അപ്പോൾ സം സോളിഡ്, എന്തുകൊണ്ടാണ് ഇതിന് റീസൺ വരുന്നത്, റീസൺ സം സോളിഡ് ഡീകമ്പോസസ് ഓൺ ഹീറ്റിംഗ്. അപ്പോൾ അതിനെ ഹോട്ടും കോൺസെൻട്രേറ്റഡും ആക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അതിനെ ഇവാപ്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, ഹോട്ടും കോൺസെൻട്രേറ്റഡും ആക്കാം. സൊല്യൂഷനിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കാം, പക്ഷേ നമ്മൾ ഡ്രൈനെസ്സിൽ ചൂടാക്കി ഇവാപ്രേറ്റ് ചെയ്യിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ചാറിങ് നടന്നു പോകും ഷുഗറിനൊക്കെ ആണെങ്കിൽ. എക്സാമ്പിൾ, ഷുഗർ അണ്ടർഗോ ചാറിങ് when heated to dryness. അടുത്തത്, ചില ഇമ്പ്യൂരിറ്റീസ് സൊല്യൂഷനിൽ എത്രയൊക്കെ ഫിൽട്രേഷൻ നടത്തിയാലും ബാക്കിയുണ്ടാവും. ഇനി അപ്പോൾ ആ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഇവാപ്രേഷൻ നടക്കുമ്പോൾ സോളിഡിനെ കണ്ടാമിനേറ്റ് ചെയ്യാം. നമ്മൾ ഫിൽട്രേഷൻ നടത്തി നമ്മൾ ഇവാപ്രേഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ ചില വസ്തുക്കളെ ഇവാപ്രേറ്റ് ചെയ്യുമ്പോൾ അവനും എന്ത് ചെയ്യാം, ഇവാപ്രേറ്റ് ചെയ്ത ആളുകൾ ചിലത് ഇവാപ്രേറ്റ് ചെയ്യാതെ അവിടെ നിൽക്കാം, ചിലത് ഇവാപ്രേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാം, കണ്ടാമിനേറ്റ് ചെയ്യാം. ഓക്കെ, സം ഇമ്പ്യൂരിറ്റീസ് മേ remain in the solution even after filtration. ഓക്കെ, ഫിൽട്രേഷൻ നടത്തിയാലും ചില ആളുകൾ ബാക്കി കാണാം. ഓക്കെ, ഇതാണ്. ഇനി എവിടേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് സാൾട്ടിനെ സീ വാട്ടറിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ നടത്താറുണ്ട്. അപ്പോൾ ഒരു യൂസ് പ്യൂരിഫിക്കേഷൻ ഓഫ് സാൾട്ട് ഫ്രം സീ വാട്ടർ. സീ വാട്ടറിൽ നിന്ന് കിട്ടിയ സാൾട്ടിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം. അടുത്തൊരു യൂസ് എന്താണെന്ന് ചോദിച്ചാൽ
ആലത്തിൻ്റെ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇംപ്യൂർ സാമ്പിൾസിൽ നിന്ന് സെപ്പറേഷൻ ഓഫ് ആലം ഫ്രം ഇറ്റ്സ് ഇംപ്യൂർ സാമ്പിൾസ്. ഓക്കെ, ഇതാണ് ക്രിസ്റ്റലൈസേഷൻ്റെ ഗുണം. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ എന്തുകൊണ്ട് ബെറ്ററായി എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ചില സോളിഡുകളെ ഇവാപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കേണ്ടത് വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷനാണ്. അല്ലെങ്കിൽ വാട്ടർ നമ്മുടെ സിറ്റീസിലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ പലപ്പോഴും നമുക്ക് കിട്ടുന്ന വാട്ടർ പൊല്യൂട്ടഡ് ആയിരിക്കും. എങ്ങനെ ഈ പൊല്യൂട്ടഡായ വാട്ടറിനെ ഫിൽട്ടർ ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്തത് വാട്ടർ പ്യൂരിഫിക്കേഷൻ. എങ്ങനെയാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തുന്നതെന്ന്. ഓക്കെ, ഇതൊരു റിസർവോയറാണ്. റിസർവോയർ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ആണ്. ഈ സ്റ്റോറേജ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ വെള്ളത്തിനെ പാസ് ചെയ്യും. വെള്ളത്തിനെ പാസ് ചെയ്യുമ്പോൾ അത് ആദ്യം പാസ് ചെയ്യുന്നത് സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്കാണ്. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഡെൻസിറ്റിയുടെ വ്യത്യാസത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്കറിയാം സോളിഡിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, ഡെൻസിറ്റി കൂടിയ സോൾഡ് ഇവിടെ സെറ്റിൽ ചെയ്യും. ഇനി സെഡിമെൻറ്റേഷൻ നടന്ന ഈ സോൾഡുകളെ ഒഴിവാക്കി ഇത് ലോഡിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് നടക്കുന്നത്. നമുക്ക് പ്രോസസ്സ് നോക്കാം. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ, വാട്ടർ വിച്ച് കംസ് ടു ദ ഫിൽട്രേഷൻ ടാങ്ക് ഹാസ് ഇംപ്യൂരിറ്റീസ് ആൻഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. നിങ്ങൾക്കറിയാം വെള്ളത്തിൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർട്ടിക്കിൾസ്, കുറേ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കളിക്കുന്ന പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കാം. ഫിൽട്രേഷൻ ടാങ്കിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. ആദ്യം ഒരു റിവറിലെയോ ലേക്കിലെയോ കനാലിലെയോ വാട്ടറൊക്കെ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ആലം പോലുള്ള ആളുകൾ, സോഡ ലൈം പോലുള്ള ആളുകളെ ഇട്ട് കഴിഞ്ഞാൽ അതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ സൈസ് വർദ്ധിക്കുകയും അത് താഴത്ത് സെറ്റിൽ ചെയ്യുകയും ചെയ്യും. ഇനി ഈ വസ്തുക്കളെ നമ്മൾ വലിയ സെറ്റിലിംഗ് ടാങ്കിലേക്ക് ഇടും. ഈ സെറ്റിലിംഗ് ടാങ്കിൽ വെച്ചിട്ട് അത് സസ്പെൻഡ് ചെയ്യപ്പെടും. ഏത് ഇംപ്യൂരിറ്റീസ്. ഇങ്ങനെ 2-3 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിലെ ഇംപ്യൂരിറ്റീസ് താഴത്ത് അടിഞ്ഞു വിടും. ഇനി ക്ലിയർ ആയ വെള്ളം നമ്മൾ അടുത്ത ടാങ്കിലേക്ക് പാസ് ചെയ്യാണ്. പക്ഷെ അതിലും കുറച്ചൊക്കെ എന്തുണ്ടാവും, സസ്പെൻഡ് ചെയ്യപ്പെട്ട പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇനി ആ പാർട്ടിക്കിൾസാണ് നമ്മൾ എന്തിലേക്ക് പാസ് ചെയ്യുന്നത്, സക്സസീവായ ഫിൽട്രേഷൻ ടാങ്കിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഈ ഫിൽട്രേഷൻ ടാങ്കിലേക്ക് വന്നു. ആദ്യം കനാലിൽ നിന്നൊക്കെ കൊണ്ടുവന്ന വാട്ടർ റിസർവോയറിൽ സ്റ്റോർ ചെയ്തു, സെറ്റിലിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്തു. വലിയ ഡെൻസിറ്റി കൂടിയ ആളുകളൊക്കെ സെറ്റിലായി. പക്ഷേ ഇനിയും വെള്ളത്തിൽ കുറച്ചൊക്കെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനെ നമ്മൾ ലോഡിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്തു. അവിടെയും സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് കുറച്ച് പേര് അടിഞ്ഞുകൂടി. ഇനി ഇത് ഇവിടേക്ക് പാസ് ചെയ്തു. ഇവിടെ ഫൈൻ സാൻഡ്, കോസ് ഗ്രാവല്, പിന്നെ വാട്ടർ, ഈ മൂന്നും കൂടി ചേർത്ത ലെയറാണിത്. ഈ ലെയറിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വെള്ളം മുകളിലൂടെ നിൽക്കും. ഇതിലെ ഈ ഫൈൻ സാൻഡും കോസ് ഗ്രേവലും ഉണ്ട്, കട്ടി കൂടിയ കല്ലുകളും ഉരുളൻ കല്ലുകളും, പിന്നെ ഇവിടെ കോസ് ഫൈൻ ആയിട്ടുള്ള സാൻഡും മണലുമാണ്. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇതിലെ വേസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ സസ്പെൻഡഡ് ആയ ഇമ്പ്യൂരിറ്റീസ് ഈ മണലിൻ്റെ കൂടെയും ഡെൻസിറ്റി കൂടിയ ആൾക്കാർ ഫിൽട്രേഷൻ ടാങ്കിലും താഴത്ത് അടിഞ്ഞു കൂടും. എന്തായാലും ഇതിലെ മുകളിലെ വാട്ടറിൻ്റെ ലെവലിലേക്ക് ആര് വരില്ല, ഈ ഇമ്പ്യൂരിറ്റീസ് വരില്ല. എന്നിട്ട് ഇവിടെ നിന്ന് വാട്ടർ മാത്രം ഇതിലൂടെ കടത്തിവിടും. ഇവിടെ ഒരു ക്ലോറിനേഷൻ ടാങ്ക് ഉണ്ട്, ഇതിൽ ക്ലോറിൻ പാസ് ചെയ്യും, എന്നിട്ട് ബാക്ടീരിയസിനെ കില്ല് ചെയ്യും. ഇനി ഹൗസ് ഹോൾഡ് കണക്ഷൻസിലേക്ക് ഇത് പാസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ നടത്തുന്നത്. ഒന്നുകൂടി, റിസർവോയറിലൂടെ വെള്ളം വരുന്നു, സോൾഡുകളെ സെറ്റിൽ ചെയ്യാൻ അനുവദിക്കുന്നു, ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾ താഴത്ത് സെറ്റിൽ ചെയ്യും, ഡെൻസിറ്റി കുറഞ്ഞ ആളുകൾ മുകളിലുണ്ടാവും, അത് ലോഡിംഗ് ടാങ്കിലേക്കൂടെ പാസ് ചെയ്തു, ലോഡ് ചെയ്യപ്പെടും, താഴത്ത് അഴിഞ്ഞുവിടും. ബാക്കിയുള്ള സസ്പെൻഡഡ് ആയ ഇമ്പ്യൂരിറ്റീസ് അതിനെ ഇതിലേക്ക് പാസ് ചെയ്യും. ഫിൽട്രേഷൻ ടാങ്ക് പ്രത്യേകം ഓർത്ത് വെക്കണം, കോസ് ഗ്രാവലാണ് താഴത്ത്, പിന്നെ ഗ്രാവൽ ഉണ്ട്, പിന്നെന്താണ് ഫൈൻ സാൻഡ്, അതായത് വലിയ കല്ലുകൾ, പിന്നെ ചെറിയ കല്ലുകൾ, പിന്നെ മണൽ,
അപ്പോൾ ഈ മൂന്നിൻ്റെയും ലെയർ ഉണ്ടാക്കും. അങ്ങനെ വെള്ളം മുകളിലാവും. ഈ വെള്ളം മാത്രം അടുത്തേക്ക് പോവും. ഈ ക്ലോറിനേഷൻ ടാങ്കിൽ വെച്ച് ക്ലോറിൻ കൂടി പാസ് ചെയ്യുന്നതോടെ ബാക്ടീരിയ നശിക്കും, ശുദ്ധമായ വെള്ളം കിട്ടി. ഓക്കെ, ഈ മെത്തേഡാണ് വാട്ടർ പ്യൂരിഫിക്കേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ്. ഏതൊരു ഒബ്ജക്റ്റിലുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെ എന്താ വിളിക്കുക? മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി മാസ്. ഒരാളുടെ മാസ്സാണ് എന്താ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ആൻ ഒബ്ജക്റ്റ്. വോളിയം എന്ന് പറയുന്നത് സ്പേസാണ്. എത്ര സ്പേസ് വേണം? എൻ്റെ മാസ് എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലുള്ള വസ്തുക്കളുടെ മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ഞാൻ എത്ര സ്ഥലത്താണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വോളിയം. ഇനി വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റിയാണ്. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് വോളിയമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് പറ്റിയ ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി. അടുത്ത, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെറ്റലോയിഡ്. മെറ്റലോയിഡ് അല്ലാത്തത് ഏത്? നിങ്ങൾ മെറ്റലോയിഡ് ഓർത്ത് വയ്ക്കുന്നത് ഞാൻ ഇങ്ങനെയാണ്. SI ജെറാൾഡ് ആർസനിക് പോയിസണിങ് കേസിൽ ആസ്റ്റർ ആൻറ്റീനെ തല്ലി. SI സിലിക്കൺ, ജെറാൾഡ് ജെർമേനിയം. ആർസനിക് പോയിസണിങ് കേസ് ആർസനിക്, പോയിസണിങ് കേസ് പൊളോണിയം. ആസ്റ്റർ ആൻറ്റി അസ്റ്റാറ്റിൻ, ആൻറ്റിമണി. തല്ലി തെലൂറിയം. സോ ഇതിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചു. അയോഡിൻ എന്ന് പറയുന്നത് ധൈര്യമായിട്ട് വിളിച്ചോ ഒരു നോൺ മെറ്റലാണ്, നോൺ മെറ്റലായ സോളിഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോൺ മെറ്റൽ അല്ലെങ്കിൽ മെറ്റലോയിഡ് എന്ന് ചോദിച്ചപ്പോൾ അത് അയോഡിനാണ്. അയോഡിൻ ഈസ് എ നോൺ മെറ്റൽ. ബാക്കി മൂന്നും മെറ്റലോയിഡ് ആയിട്ട് പറയാം. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഓഫ് വാട്ടർ. എന്താണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുന്നത് 1 ഗ്രാം വാട്ടറിനെ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് 1 ഗ്രാം വാട്ടർ വേപ്പറാക്കണം. അപ്പോൾ ഈ ബോയിലിംഗ് പോയിന്റിൽ വെച്ച് വാട്ടർ വേപ്പർ ആക്കണമെങ്കിൽ യു ഹാവ് ടു ഗിവ് എമൗണ്ട് ഓഫ് എനർജി. നിങ്ങൾ കൊടുക്കുന്ന എനർജി ഉപയോഗിച്ച വാട്ടറിലെ ഇന്റർമോളിക്യുലാർ ഫോഴ്സുകൾ തകരണം. അപ്പോഴേ ഇവൻ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഈ ബോയിലിംഗ് പോയിന്റിൽ തന്നെ വേപ്പറാവും. അതിനുവേണ്ടി കൊടുക്കേണ്ട എനർജിയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. ഇറ്റ്സ് വാല്യൂ ഈസ് 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം. ദാറ്റ് മീൻസ് 2260 കിലോ ജൂൾ എന്ന് പറയുമ്പോൾ 2260 ഇൻറ്റു 10 ക്യൂബ് ജൂൾ പെർ കിലോഗ്രാം അല്ലേ? ഓർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 22.6 into 10 raised to 5 joule per kilogram. ഇതിൻ്റെ അടുത്ത് വരുന്ന ഒരു വാല്യൂ ഉണ്ടോ നോക്കി. ഇറ്റ് ഈസ് 22.5 into 10 raised to 5 joule per kilogram. So the answer is option B. ഇൻ സബ്ലിമേഷൻ പ്രോസസ്, സബ്ലിമേഷൻ നടക്കുമ്പോൾ സോൾഡ് നേരെ എന്താവാണ്? ഗ്യാസ് ആണ്. സോളിഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ്. സോൾഡ് നേരെ ഗ്യാസ് ആകുന്നതിനെ സബ്ലിമേഷൻ എന്ന് വിളിക്കും. അപ്പോൾ എൻ്റെ മക്കൾ പറ, ഗ്യാസ് നേരെ സോൾഡ് ആവുന്നതിന് എന്താ വിളിക്കുക? ഗ്യാസ് നേരെ സോൾഡ് ആവുന്നതിനെ വിളിക്കുന്ന പേര് ഡെപ്പോസിഷൻ. എന്താ വിളിക്കുക? ഡെപ്പോസിഷൻ. അടുത്ത ഡ്രൈ ഐസ്. എന്താ ഡ്രൈ ഐസ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഐസ്. ഇൻ വിച്ച് ഫിനോമിനൻ വാട്ടർ ചേഞ്ചസ് ഇൻ ടു വാട്ടർ വേപ്പർ ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റ് എത്താതെ വാട്ടർ വേപ്പർ ആകുന്ന ഫിനോമിനൻ ഏതാണ്? നിങ്ങൾക്കറിയാം, ഇവാപ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നാച്ചുറലി ഒക്കറിങ്. ബോയിലിംഗ് പോയിന്റ് ഒന്നും എത്തണ്ട, വാട്ടർ എന്തായിക്കോളും? വാട്ടർ വേപ്പർ ആയിക്കോളും. എന്താണ് ഇവാപ്രേഷനിൽ നടക്കുന്നത്? നമ്മൾ ഒരു പുഴയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അത് പുഴയെന്ന് വിചാരിക്കൂ.
ഈ പുഴയിൽ ഇതിൽ ഏറ്റവും മുകളിലുള്ള വാട്ടർ മോളിക്യൂളിന് ഹൈ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഇവരെന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്യും. ഇങ്ങനെ സർഫസിലുള്ള മോളിക്യൂൾസിന് മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവാപ്രേഷൻ എന്നോർക്കുക. ഓപ്ഷൻ എ. അടുത്തത് ഐഡന്റിഫൈ എ ഫിസിക്കൽ ചേഞ്ച് എമോങ് ദ ഫോളോയിങ്. ഈ കൂട്ടത്തിൽ ഫിസിക്കൽ ചേഞ്ച് ഏതാന്നാ ചോദിച്ചത്. റെസ്പിറേഷൻ നടക്കുക എന്ന് പറയുമ്പോൾ റെസ്പിറേഷനിലെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഫുഡിൻ്റെ ഡൈജഷനിലെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് കേർഡ്ലിംഗ് നടക്കുമ്പോൾ എന്ത് നടക്കുന്നുണ്ട്? ഫിസിക്കൽ ചേഞ്ചുകളും കെമിക്കൽ ചേഞ്ചുകളും നടക്കുന്നുണ്ട്. മെൽറ്റിംഗ് ഓഫ് ഫാക്ട്സ് നമുക്ക് എന്തെന്ന് പറയാം? ഫിസിക്കൽ ചേഞ്ച് ആയിട്ട് പറയാം. റിവേഴ്സ് ഓഫ് സബ്ലിമേഷൻ പറഞ്ഞതാണ്. സബ്ലിമേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സിനെ ഡെപ്പോസിഷൻ എന്ന് വിളിക്കും. അറ്റ് മെൽറ്റിംഗ് പോയിന്റ്, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്താ ഉണ്ടാവുക? മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. ഐസ് 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസ് ലിക്വിഡായിട്ട് മാറും. ഇങ്ങനെ ലിക്വിഡായി മാറുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിൽ എത്തുന്ന സമയത്ത് കൈനറ്റിക് എനർജി, നിങ്ങൾ ചൂട് കൊടുക്കുകയാണ് അല്ലേ, ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടും. വാട്ട് ഹാപ്പൻസ് ടു ദ കൈനറ്റിക് എനർജി? നിങ്ങൾക്കറിയാം ഈ സിസ്റ്റം ഇതിലേക്ക് മാറുകയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. എന്താണ് ഇക്വിലിബ്രിയം? എത്ര ആളുകൾ എത്ര സോളിഡ് ലിക്വിഡ് ആകുന്നുണ്ടോ അതേ വേഗത്തിൽ തന്നെ ലിക്വിഡ് സോളിഡ് ആകും. കൈനറ്റിക് എനർജി സാധാരണ പറയാറ് ആവറേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആകും. അതായത് ചൂട് കൊടുക്കുമ്പോൾ മെൽറ്റിംഗ് പോയിന്റിൽ വെച്ചാൽ എന്താ ഉണ്ടാവുക? പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. കാരണം ഐസ് ലിക്വിഡായി കൺവേർട്ട് ചെയ്യാണ്. സോ ദേ വിൽ ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ എനർജി, ബട്ട് കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റന്റ്. കാരണം ഇത് ആവറേജ് കൈനറ്റിക് എനർജിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓപ്ഷൻ എ. അടുത്തത്, വിച്ച് ആർ ദ ഫോളോയിങ് വിൽ റെസ്പോൺസ് ടു സബ്ലിമേഷൻ? സബ്ലിമേഷൻ റെസ്പോണ്ട് ചെയ്യുന്ന കർപ്പൂരാണ്, ക്യാംഫർ. ഇത് അറിയുന്ന വേണം. സോളിഡ്സ് കനോട്ട് ബി കംപ്രസ്ഡ് ബിക്കോസ്. സോളിഡ്സിനെ എന്തുകൊണ്ടാണ് കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്? ഇന്റർ പാർട്ടിക്കിൾ അട്രാക്റ്റീവ് ഫോഴ്സ് വീക്കാണോ സോളിഡിന്? അല്ല, സ്ട്രോങ് ആണ്. മൂവ്മെന്റ് ഓഫ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് റെസ്ട്രിക്റ്റഡ് ആണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് വളരെ പതുക്കെ ഡിഫ്യൂസ് ചെയ്യുന്നു, അഥവാ ഡിഫ്യൂഷൻ ഇല്ല എന്ന് തന്നെ പറയാം. ഇതെല്ലാം ശരിയാണ്, സിയും ഡിയും. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്? ദേ ആർ വെരി ക്ലോസ്ലി പാക്ഡ്. മോളിക്യൂൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്. എടാ, ഗ്യാസുകൾ കംപ്രസ് ചെയ്യാനുള്ള കാരണം എന്താ? ഗ്യാസ് മോളിക്യൂൾസ് വളരെ അകലത്തിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇവർക്കിടയിലുള്ള സ്പേസിലേക്ക് വരാൻ ഇവർക്ക് പറ്റും. എപ്പോ? കംപ്രഷൻ നടത്തുമ്പോൾ. അടുത്ത, ഡ്യൂറിങ് ഇവാപ്രേഷൻ പാർട്ടിക്കിൾസ് ഓഫ് എ ലിക്വിഡ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ ഓൺലി. ഇവാപ്രേഷൻ നടക്കുമ്പോൾ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡ് എവിടെ നിന്നാ ചേഞ്ച് ചെയ്യുക? ഇപ്പം ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇവാപ്രേഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനയാണ് അല്ലേ? ഇതിൻ്റെ സർഫസിലുള്ള മോളിക്യൂൾസിൽ തന്നെ ഹൈ കൈനറ്റിക് എനർജിയുള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? വേപ്പറൈസ് ചെയ്യുന്നത്. അപ്പോൾ എവിടുന്നാ നടക്കുക? ഫ്രം ദ സർഫസ് ഓൺലി. The bulb of thermometer, when dipped in petrol and then taken out, the level of mercury thread in the thermometer. എന്താ ചെയ്തിരിക്കുന്നത്? ഈ തെർമോമീറ്ററിൻ്റെ ബൾബ് ഇവരെന്ത് ചെയ്തു? ഇത് പെട്രോളിൽ കൊണ്ടുപോയി മുക്കി. പെട്രോളിൽ മുക്കിയപ്പോൾ ഈ പെട്രോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ ചുറ്റിലും പറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ പെട്രോള് വോളട്ടൈല വേപ്പറൈസ് ചെയ്യും. ഇൻ ഓർഡർ ടു വേപ്പറൈസ് ഇറ്റ് മസ്റ്റ് അബ്സോർബ് സം എനർജി. അതെവിടുന്ന് അബ്സോർബ് ചെയ്യുക? ബൾബിൽ നിന്ന്, തെർമോമീറ്ററിൽ നിന്ന്. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദിസ് തെർമോമീറ്റർ സിസ്റ്റം ഡിക്രീസസ്. ഹീറ്റ് കണ്ടന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ ഉണ്ടാവുക? സ്റ്റാർട്ട്സ് ഫോളിങ്. അടുത്ത, വാട്ടർ കെപ്റ്റ് in an earthen pot during summer days becomes very cold due to.
എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ എർത്തൻ പോട്ട്സിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് കുറേ വാട്ടർ മോളിക്യൂൾസ് ഇവാപ്രേറ്റ് ചെയ്ത് പോവും. ഹൈ കൈനറ്റിക് എനർജിയുള്ള വാട്ടർ മോളിക്യൂൾസ് ഇവാപ്രേറ്റ് ചെയ്ത് പോയാൽ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ എന്താ കുറേ എനർജി കൂടുതലുള്ള ആൾക്കാർ പോയി. അപ്പോൾ പിന്നെ സിസ്റ്റത്തിൻ്റെ എനർജി കുറഞ്ഞു. അങ്ങനെ എനർജി കുറഞ്ഞാൽ അവിടെ തണുപ്പായിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം ഇവർ പോയത് കൊണ്ടാണ്. ഇവരെന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചാൽ ദേ ഗോട്ട് ഇവാപ്രേറ്റഡ്. സോ ഇവാപ്രേഷൻ. ഓക്കെ. അടുത്ത ഇലക്ട്രിക് ബൾബ് ഓൺ ലോങ് യൂസ് ഫോംസ് എ ബ്ലാക്ക് കോട്ടിംഗ് ഓൺ ഇറ്റ്സ് ഇന്നർ സർഫസ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ബൾബുകളൊക്കെ കുറേ കാലം നമ്മൾ യൂസ് ചെയ്താൽ അതിൻ്റെ സർഫസിലൊക്കെ ഒരു ബ്ലാക്ക് കോട്ടിംഗ് ഉണ്ടാവുന്നത്. വൈ? നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ ഫിലമെൻ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ടങ്സ്റ്റനെയാണ്. കാലങ്ങളോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോകുന്നതിന് പ്രപ്പോഷണലായി H=I²RT എന്ന് പറയുന്ന ഒരു ഇക്വേഷനൊക്കെ ഫിസിക്സിൽ പഠിക്കും. അതായത് I എന്ന് പറഞ്ഞ കറണ്ടിൻ്റെ സ്ക്വയറായിട്ട് H ഉണ്ടാകുന്നുണ്ട്, ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. കാലങ്ങളോളം ചൂട് കിട്ടി സബ്ലിമേഷൻ നടക്കാൻ സാധ്യതയുണ്ട് ടങ്സ്റ്റന്. അങ്ങനെ ടങ്സ്റ്റൻ സബ്ലൈം ചെയ്യും. ഈ സബ്ലൈം ചെയ്ത വേപ്പറുകൾ കാലങ്ങളോളം നിൽക്കുമ്പോൾ കണ്ടൻസ് ചെയ്ത് സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. സോ ഇതിൽ ബ്ലാക്ക് കോട്ടിംഗ് കാണാനുണ്ടായ കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സബ്ലിമേഷൻ ഓഫ് ടങ്സ്റ്റൺ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് കുക്കിംഗ് ഈസ് വെരി സ്ലോ? ഈ കൂട്ടത്തിൽ ഏത് കേസിലാണ് കുക്കിംഗ് വളരെ പതുക്കെ നടക്കുന്നത്? എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയാൽ വാട്ട് ഹാപ്പൻസ് ടു ദ ബോയിലിംഗ് പോയിന്റ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബോയിലിംഗ് പോയിന്റ് ഈസ് പ്രപ്പോർഷണൽ ടു പ്രഷർ. ബോയിലിംഗ് പോയിന്റ് പ്രഷറിന് പ്രപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ എർത്തിൻ്റെ സർഫസിൽ പ്രഷർ കൂടുതലാണെന്ന് പറയാം കമ്പയർഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറയും. പ്രഷർ കൂടിയപ്പോൾ ഇവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയാൽ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറാണെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഓപ്പൺ വെസലിലാണെങ്കിൽ എന്താ ഉണ്ടാവുക? ഓപ്പൺ വെസലിൽ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് തിളയ്ക്കും. സോ വാട്ട് ഹാപ്പൻസ്? കുക്കിംഗ് കുറച്ച് പാടായിരിക്കും. ഓപ്പൺ വെസൽ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ് ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലോവർ ലെയർ ഇൻ ഫിൽട്രേഷൻ ടാങ്ക് ഈസ് മെയ്ഡപ്പ് ഓഫ്. നിങ്ങൾക്കറിയാം കട്ടി കൂടിയ കല്ലുകളാണ് അല്ലെങ്കിൽ വലിയ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് ലെയർ ഉണ്ടാക്കിയത്? ലോവർ ലെയർ ഉണ്ടാക്കിയത് കോഴ്സ് ഗ്രാവലിനെ കൊണ്ടാണ്. കോഴ്സ് ഗ്രാവൽ, അതിൻ്റെ മുകളിലെ ഗ്രാവൽ, പിന്നെ ഫൈൻ സാൻഡ്, പിന്നെ വാട്ടർ. ഇതാണ് ഫിൽട്രേഷൻ ടാങ്ക്. ഓക്കെ. അപ്പോൾ കോഴ്സ് ഗ്രാവൽ. ദ അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ ദ separation of two immiscible liquids having different densities. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡുകളാണെങ്കിൽ അതിന് പറ്റിയത് സെപ്പറേറ്റിംഗ് ഫണലാണ് അല്ലേ? എന്താ സെപ്പറേറ്റിംഗ് ഫണലിലാണ് നമ്മൾ പറഞ്ഞ സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡൊക്കെ നടക്കുന്നത്. രണ്ട് ലെയറുകൾ ഫോം ചെയ്തു. മണ്ണെണ്ണയും വെള്ളം എടുത്തപ്പോൾ രണ്ട് ലെയർ ഫോം ചെയ്തത് നിങ്ങൾ ഓർമ്മ ഉണ്ടോ? എന്നിട്ട് സ്റ്റോപ്പ് കോക്കിലൂടെ നമ്മൾ താഴത്തേക്ക് പാസ് ചെയ്തു. സോ ഇറ്റ് ഈസ് സെപ്പറേറ്റിംഗ് ഫണൽ. അടുത്ത, വിച്ച് എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമോജീനിയസ് മിക്സ്ചർ? നിങ്ങൾക്കറിയാം സോൾഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അലോയ്. അലോയ് എന്ന് പറയുന്നത് എന്താണ്? ഹോമോജീനിയസ് ആയ മിക്സ്ചറാണ് അല്ലേ? അതൊരു സൊല്യൂഷനാണ്. എക്വസ് സൊല്യൂഷൻ ഓഫ് NaCl, ഉപ്പുവെള്ളം എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗത്തും ഉപ്പുവെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം ഈക്വൽ ആക്കാം. ഹോമോജീനിയസ് ആയ ട്രൂ സൊല്യൂഷനാണ്. സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്, സൾഫർ ഇൻ വാട്ടർ. ഇതിൽ സൾഫർ ഇൻ വാട്ടർ ചേർത്താൽ സൾഫറിൻ്റെ കൊളോയിഡ് ഉണ്ടാക്കാം.
കൊളോയിഡ്സ് സൾഫർ സോൾ എന്ന് വിളിക്കുന്ന ആള് ഹെട്രോജീനിയസ് ആണ്. സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കാർബൺ ഡൈസൾഫൈഡ് കോവാലന്റ് ആണ്. സൾഫറോ നോൺ പോളാർ ആണ്. രണ്ട് നോൺ പോളാറായ വസ്തുക്കളായതുകൊണ്ട് ഇവരെന്തല്ല, നമുക്ക് ഹോമോജീനിയസ് തന്നെയാണ്, ഹെട്രോജീനിയസ് അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തിൽ ഹെട്രോജീനിയസ് ആയത് ഓപ്ഷൻ ഡി. അടുത്തത്, നെയിം ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് വർക്ക്സ് ഓൺ ദ സെഡിമെന്റേഷൻ പ്രിൻസിപ്പിൾ. സെഡിമെന്റേഷൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാന്ന് നമുക്കറിയാം. നമ്മൾ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിനെ പറ്റി നമ്മൾ നന്നായിട്ട് കറക്കിയപ്പോൾ എന്താ ഉണ്ടായത്? പാലിൽ പ്രോട്ടീനും ഫാറ്റും സെപ്പറേറ്റഡ് ആയില്ലേ? പാലിലെ വെണ്ണ കടഞ്ഞെടുത്തില്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂജ് ആണ്, വിച്ച് വർക്ക്സ് ഓൺ സെഡിമെന്റേഷൻ പ്രിൻസിപ്പിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓൺലി? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോമ്പോണൻസ് ഏതാണ്? അതിൽ കെറോസിനെയും പെട്രോളിൻ്റെയും ബോയിലിംഗ് പോയിന്റ് അടുത്താണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മാത്രമേ പറ്റൂ. 3 and 4. 2 miscible liquids that can be separated by distillation when there is a large difference in their. നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റിലേഷൻ നടത്തുന്നത്? ഡിസ്റ്റിലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. 25 കെൽവിൻ്റെ മുകളിലാണ് ബോയിലിംഗ് പോയിന്റിലെ വ്യത്യാസമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ബട്ട് if the boiling point difference is less than 25 Kelvin, you have to use fractional distillation. Okay, so the answer is option B. അടുത്ത, liquid dispersed in solid type. liquid in solid, ലിക്വിഡ് കുറച്ചേ ഉള്ളൂ, കുറേ ഉള്ളത് എന്താ? സോളിഡാ. അങ്ങനെയാണെങ്കിൽ പേര് ജെൽ എന്ന് വിളിക്കേണ്ടി വരും. മയോണിസ് ഒക്കെ ഓർക്കുന്നുണ്ടാവും അല്ലേ? പ്യൂരിറ്റി ഓഫ് എ സോളിഡ് സബ്സ്റ്റൻസ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ. സോളിഡ് അല്ലേ, ഉപ്പ് പ്യുവർ ആണോ എന്ന് അറിയണമെങ്കിൽ 1081 കെൽവിൻ എന്ന് പറയുന്ന അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിൽ മെൽറ്റ് ചെയ്യണം. ആ കൃത്യം മെൽറ്റിംഗ് പോയിന്റിൽ മെൽറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്യുവർ അല്ല. അപ്പോൾ പ്യൂരിറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഗ്യാസുകളുടെ കേസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ബോയിലിംഗ് പോയിന്റ് പറയാം. സോളിഡിൻ്റെ കേസിൽ മെൽറ്റിംഗ് പോയിന്റ് ഈസ് ദ ഹീറോ. ഓപ്ഷൻ ബി. എ സാമ്പിൾ കണ്ടെയ്നിങ് 2 substances and has uniform properties. The sample is, 2 substance ഉണ്ട്, അതിന് യൂണിഫോം പ്രോപ്പർട്ടിയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? യൂണിഫോം പ്രോപ്പർട്ടി ഉള്ള ആളായതുകൊണ്ട് അത് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കുന്ന നല്ലത്. കോമ്പൗണ്ടിൽ 2 സബ്സ്റ്റൻസ് ഇല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ ആ കോമ്പൗണ്ടിലെ 2 സബ്സ്റ്റൻസും ചേരുമ്പോൾ പുതിയൊരു സബ്സ്റ്റൻസ് ആവുക, അതിന് മറ്റ് സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ഇത് യൂണിഫോം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ പ്രോപ്പർട്ടി കാണിക്കുന്നു എന്നാണ്, അല്ലാതെ ഒരു പ്രോപ്പർട്ടി എന്നല്ല അർത്ഥം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ടു ബി എ പ്യുവർ സബ്സ്റ്റൻസ്? ഈ കൂട്ടത്തിൽ പ്യുവർ സബ്സ്റ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മഡി വാട്ടർ എന്ന് പറയുമ്പോൾ ചളിയുണ്ട്, വെള്ളമുണ്ട്. ഗ്രാനൈറ്റ് പ്യുവർ അല്ല, സ്റ്റോൺ ആണ്. മിൽക്ക് ഓഫ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആണ്. പ്യുവർ ആണെങ്കിലും മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്ന് പറയുമ്പോൾ ഒരു സൊല്യൂഷൻ ആണ്. നമുക്ക് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും വെള്ളമൊക്കെ ചേർന്ന സൊല്യൂഷൻ. ഇപ്പോൾ ഇതിൽ ബെറ്റർ ഓപ്ഷൻ സോഡിയം ക്ലോറൈഡ് ഉള്ളത് കൊണ്ട് ഓപ്ഷൻ ബി is a compound which can be considered as a pure substance. Which of the following gas has the lowest boiling point? നിങ്ങൾക്കറിയാം, നമ്മൾ എന്ത് പഠിച്ചിരുന്നു? സെപ്പറേഷൻ ഓഫ് എയർ അല്ലേ, സെപ്പറേഷൻ ഓഫ് ഗ്യാസസ് ഫ്രം എയർ പഠിച്ചിരുന്നു. അതിൽ ഓക്സിജനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞത്, -183. This is -196 degrees Celsius. This is -186 degrees Celsius. ഓക്കെ, അപ്പോൾ നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ളത് ഇവന്. ഓപ്ഷൻ എ. ഫിൽട്രേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സെപ്പറേറ്റ്. സാധാരണഗതിയിൽ ഫിൽട്രേഷൻ നമ്മൾ ആരെ സെപ്പറേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യാറ്? നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് സോളിഡ്സ് ഫ്രം ലിക്വിഡോ ലിക്വിഡ് ഫ്രം സോളിഡ്സോ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. നമ്മൾ ചായയും തേയിലയും കൂടി അരിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ലേ? സോ സോളിഡ്സ് ഫ്രം ലിക്വിഡ്സ്.
സ്മോക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്മോക്ക് എന്ന് പറയുമ്പോൾ കുറേ ഗ്യാസിൽ കുറച്ച് സോൾഡാണ് സോൾഡ് ഡിസ്പോസ്ഡ് ഇൻ ഗ്യാസ്. ഓക്കെ, അടുത്ത വിച്ച് ആർ ദ ഫോളോയിങ് ഫോംസ് എ കൊളോയിഡൽ സൊല്യൂഷൻ ഇൻ വാട്ടർ. ഇതിൽ ആരാണ് വെള്ളവുമായി ചേർന്ന് കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? ഉപ്പ് വെള്ളത്തിലിട്ടാൽ ട്രൂ സൊല്യൂഷൻ ആണ്, ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ടാൽ ട്രൂ സൊല്യൂഷൻ ആണ്, ബേരിയം നൈട്രേറ്റും ട്രൂ സൊല്യൂഷൻ ഉണ്ടാക്കുക. സ്റ്റാർച്ച് ഇൻ വാട്ടർ വിൽ ഫോം എ സോൾ, say form of colloid in which a solid dispersed in liquid. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.